ഓക്കെ, അപ്പോൾ നമുക്കിന്ന് കവർ ചെയ്യേണ്ട മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ഒന്ന് പാഡിങ്, പിന്നെ ഒന്ന് മാർജിന്, പിന്നെ മാർജിന് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷാഡോ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഓക്കെ, ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. ഓക്കെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, പാഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, പാഡിങ് എന്താന്ന് വെച്ചാൽ നമ്മുടെ നോർമലി നമ്മൾ എന്തെങ്കിലും കണ്ടന്റ് ഒക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇത് മേ ബി നമ്മുടെ ടേബിളാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ടേബിളിൽ ഈ കണ്ടന്റ് കുറച്ച് സ്പേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടല്ലേ വരുന്നത്. ആ സ്പേസിംഗ് ഒക്കെ കൊടുക്കുന്ന ഒരു CSS പ്രോപ്പർട്ടിയാണ് പാഡിങ് എന്ന് പറയുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്പെക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ പാഡിങ്ങും മാർജിനും വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഏകദേശം രണ്ടിൻ്റെയും പർപ്പസ് ഒക്കെ മേ ബി നമുക്ക് സ്പേസ് കൊടുക്കുക ആ രീതിയിലൊക്കെ പറയാം. എന്നാലും അത് രണ്ടും നമ്മൾ യൂസ് ചെയ്യും. ഈ ഒരു പാഡിങ് ഉള്ളത് വിചാരിച്ചിട്ട് മാർജിൻ യൂസ് ചെയ്യുന്നില്ല, മാർജിൻ ഉണ്ട് വിചാരിച്ചിട്ട് പാഡിങ് യൂസ് ചെയ്യില്ല എന്നുള്ള കൺസെപ്റ്റ് ഒന്നുമില്ല. ആവശ്യാനുസരണം രണ്ടും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ നോക്കുക കേട്ടോ. അതൊക്കെ നിങ്ങൾക്കും നിങ്ങളുടെ ബ്രൗസറിലൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി സെപ്പറേറ്റ് ഒരു ക്ലാസ് ഒന്നും എടുക്കുന്നില്ല. പകരം എന്താണ് ഞാൻ ചെയ്യുന്നത്, ഇത് ജസ്റ്റ് സെലക്ടറാണ്. സെലക്ടർ വെച്ചിട്ട് ആ ഒരു ടേബിളിന്മേൽ പോയപ്പോൾ തന്നെ കളറൊക്കെ നോട്ട് ചെയ്യുക. ഒരു ബ്ലൂ കളറിലൊരു സംഭവമുണ്ട്, അതിന് ചുറ്റുപുറം ഗ്രീൻ കളറിലൊരു സംഭവമുണ്ട്. ഓക്കെ, ഇതിനൊക്കെ ഓരോ മീനിങ് ഉണ്ട്. ഇവിടെ നോക്കിയപ്പോൾ ചെറിയൊരു റെഡിഷ് കളറും വന്നു അല്ലേ, ഒരു ഓറഞ്ച്. ഇതിനൊക്കെ ഓരോ മീനിങ് ഉണ്ട്. ഇവിടെ അത്യാവശ്യം എല്ലാ കളറും വരുന്നുണ്ട്. ഇതൊക്കെ മീൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഈ റെഡ് കളറാണ് എന്ത്, റെഡ് അല്ല, ഈ ഒരു ഓറഞ്ച് കളറാണ് എന്ത്, മാർജിൻ എന്ന് പറഞ്ഞത്. അത് ജസ്റ്റ് ഒന്ന് അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് എന്തായി, സ്റ്റൈലൊക്കെ ചേഞ്ച് വന്ന്. കാരണം അവിടെ എല്ലാം മാർജിൻ നമ്മൾ ഒഴിവാക്കി. മാർജിന് വീണ്ടും ഇട്ടപ്പോൾ അവിടെ വന്ന്. നമുക്കത് കുറച്ച് കൂട്ടി നോക്കാം. ഒരു 100 കൊണ്ടിട്ട് 100 കൊണ്ടിട്ടപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഇത്രയും പോർഷൻ മാർജിന് വന്ന്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അഡീഷണൽ ആയിട്ട്. ഇതുപോലെ നമുക്ക് മാർജിന് മാറ്റിയിട്ട് പാഡിങ് ആക്കി വെക്കാം. അപ്പോഴും ആ ഒരു സ്പേസിങ് അവിടെ തന്നെ ഉണ്ട്, പക്ഷെ ഇത് മാർജിൻ അല്ല, ഇത് പാഡിങ് ആണെന്നുള്ളൂ. പിന്നെ ഇതിന് എൻഡിൽ പാഡിങ് ഉണ്ട്. ഇത് കാരണം എന്താ വെച്ചാൽ ഇത് പല CSSഉം ഇതിൻ്റെ മേലെ അപ്ലൈ ആയിട്ടുണ്ടാവും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ്. നമ്മളിപ്പോൾ മാർജിന് മാറ്റി പാഡിങ് കൊടുത്തിട്ട് എന്താ മേലെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരമാണത്. ഓക്കെ, നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോഴേ നമുക്ക് അതിൻ്റെ ഓരോ തലങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സ്ട്രക്ചർ. പാഡിങ് കാണിക്കുന്നത് ഗ്രീൻ കളറിലുള്ള പാഡിങ് ആണ്. ഇത് നമ്മളെ കണ്ടന്റ് ആണ്. പിന്നെ ഇത് ബോർഡർ, അതിന് ഔട്ടർ ലെയർ വരുന്നത് മാർജിൻ. ഓക്കെ, ഒരു കണ്ടന്റിനെ ഉള്ളിലേക്ക് വലിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പാഡിങ്. ഇത് പാഡിങ് ഇല്ല എന്നുണ്ടെങ്കിൽ, പാഡിങ് ഇപ്പോൾ ഇവിടെ 100 വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും എഡിറ്റ് ഓപ്ഷൻ ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, ഇവിടെ എഡിറ്റ് ആവശ്യമില്ല. നമുക്ക് നമ്മുടെ സ്റ്റൈലിൽ തന്നെ പോയിട്ട് എഡിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ഇപ്പോൾ അതുമ്പോൾ ടൈം കളയണ്ട. നമുക്ക് നേരെ നമ്മുടെ ഇതിലേക്ക് വരാം. നമ്മുടെ വെബ്സൈറ്റൊക്കെ അലമ്പാക്കിയില്ലേ, ഒന്ന് റീലോഡ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ പാഡിങ് എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ ഓരോ പ്രീ ഡിഫൈൻഡ് ക്ലാസ്സസ് ഒക്കെ ഉണ്ട്. നമുക്ക് ആ ക്ലാസ്സസ് ഒക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ തരുന്ന പാഡിങ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതൊക്കെ നമുക്ക് പിന്നീട് പോവാം. ആദ്യം ബേസിക് പഠിച്ചിട്ട് അതിൻ്റെ ഹയർ ലെവലിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ കുറച്ച് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. W3 പാഡിങ് 16 അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ I have 16 px ടോപ്പ് ആൻഡ് ബോട്ടം പാഡിങ്. ഓക്കെ, ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഈ ഒരു ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കിട്ടുന്നതാണ്. നമുക്കിപ്പോൾ അതല്ല വേണ്ടത്. എന്താണ് പാഡിങ് എന്ന് ആദ്യം മനസ്സിലാക്കാം. ഒരു ട്രൈ ടു യുവർ സെൽഫ് എടുത്ത് നോക്കാം. ഇത് ഞാൻ പറഞ്ഞില്ലേ, അവർ ഇങ്ങനെ ഒരു ക്ലാസ് ഓൾറെഡി ഉണ്ട്. ഇതെന്താ വെച്ചാൽ ആക്ച്വലി അവരൊരു CSS ആണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, എക്സ്റ്റേണൽ CSS. ആ എക്സ്റ്റേണൽ CSS നമ്മളെ
വെബ്സൈറ്റിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് അതിലുള്ള ക്ലാസ്സുകൾ യൂസ് ചെയ്യാം. ഈ W3 കണ്ടെയ്നർ എന്നൊക്കെ പറയുന്ന ക്ലാസ് എവിടെ ഉണ്ടാവും? ഇതിനകത്തുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ ഫയൽ ഡൗൺലോഡ് ചെയ്യാനൊക്കെ കിട്ടും. ഇതാണ് ആക്ച്വലി അവരെ CSS എന്ന് പറയുന്ന ഫയൽ. ഓക്കെ, അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ടാവും W3 ആംബർ, അങ്ങനെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വരുന്ന കളർ എന്താണ്? ഇതാണ് ബാക്ക്ഗ്രൗണ്ട് കളർ, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കൊന്നും ഇപ്പോൾ പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ച സംഭവം ഇതിലുമില്ല. അപ്പോൾ ഇതും ക്ലോസ് ചെയ്യാം. ഒരു സിമ്പിളായിട്ടുള്ള വല്ല ഇത് നോക്കാമല്ലേ, ഞാൻ സെപ്പറേറ്റ് വേറെ എടുത്ത് തരാം. ഓക്കെ, നമ്മളെടുത്ത വെബ്സൈറ്റിൻ്റെ ലിങ്ക് മാറിപ്പോയിട്ടുണ്ട്. നമ്മളെടുത്ത വെബ്സൈറ്റ് w3.css ആണ്. വെറുതെ അല്ല നമുക്ക് നമ്മൾ വിചാരിക്കുന്നത് കിട്ടാത്ത. നമ്മൾ ആക്ച്വലി പഠിക്കുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള CSS ആണ്. ഓക്കെ, ഇവിടുന്ന് കുറേ ചാടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഉള്ള പാഡിങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പാഡിങ്. എവിടെ നോക്കട്ടെ. ഓക്കെ, പാഡിങ് ഇവിടെ ഉണ്ട്. ഇതാണ്. ഇത് ആക്ച്വലി നമ്മളൊരു ഡിവോ സ്പാനോ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ട് അതിനൊരു ബോർഡർ സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതെങ്ങനെ നിൽക്കും? ചേർന്ന് നിൽക്കും. ഓക്കെ, പക്ഷേ ഇവിടെ ഇത് ഇത്രയും ഗ്യാപ്പ് വരാൻ അതിന് മെയിൻ കാരണം പാഡിങ് നല്ലൊരു പ്രോപ്പർട്ടിയാണ്. നമുക്ക് ഇവിടെ ഇൻസ്പെക്ട് ചെയ്താൽ കാണാം. കണ്ടോ, ഈ ബ്ലാക്ക് അല്ല, ഗ്രീൻ കളർ എന്താണ്? പാഡിങ് ആണ്. ഓക്കെ, അത് ഒഴിവാക്കിയതാ. ഇതാണ് നോർമലി നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ മേ ബി കിട്ടുക. പക്ഷെ ഇത് കാണുമ്പോൾ ഒരു വൃത്തി കുറവല്ലേ? ചിലതിന് ഇങ്ങനെ കണ്ടുവരും. പക്ഷെ ഇതിപ്പോൾ പാഡിങ് പഠിക്കുന്നതിൽ നമുക്ക് വൃത്തിയല്ല നോക്കുക, നമുക്ക് അതിൻ്റെ ഫങ്ഷനാലിറ്റി, അതിൻ്റെ പ്രോപ്പർട്ടി എങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ജസ്റ്റ് പാഡിങ് കൊടുത്തു. പാഡിങ്ങിൽ ഞാൻ വാല്യൂ ചേഞ്ച് ആക്കുന്നതിനനുസരിച്ച് അവിടെ ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇത് കണ്ടില്ലേ? ഇതാണ് ആക്ച്വലി പാഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഇനി മാർജിൻ ആക്കി കഴിഞ്ഞാൽ അത് ഇതാ, ഈ എലമെന്റ് ആക്ച്വലി അവിടെ ഉണ്ട്. ആ എലമെന്റിന്റെ പുറത്തോട്ടുള്ള സ്പേസ് ആണ് കൺസിഡർ ചെയ്യുക. മറ്റേ അതിന് എലമെന്റിന്റെ ഉള്ളിലോട്ടുള്ളതും മറ്റേത് പുറത്തോട്ടുള്ളതുമാണ് കൺസിഡർ ചെയ്യുക. ഇവിടെ മാർജിൻ ഞാൻ കൂട്ടുന്നതനുസരിച്ച് കണ്ടോ, ആ കണ്ടന്റ് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, ഇതാണ് മെയിൻലി പാഡിങ്ങും മാർജിനും തമ്മിലുള്ള ഡിഫറൻസ്. അത് മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞതിൽ എന്തെങ്കിലും ക്ലിയർ ആവാത്ത കേസ് ഉണ്ടോ? ആരെങ്കിലും ഒരാൾ പറ. അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യോ? രണ്ടും ഓക്കെ, ഒന്നും കൂടെ പറയാം. നോർമലി നമ്മൾ HTML എന്തെങ്കിലും കണ്ടന്റ് എഴുതുമ്പോൾ അത് ആക്ച്വലി എങ്ങനെ വരിക? ഇതിനകത്ത് വരുന്ന പോലെ ആയിരിക്കും വരിക. ഓക്കെ, ഈ ഒരു രൂപത്തിലാണ് വരിക. അതായത് ഇങ്ങനെ ചേർന്നായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഈ താഴത്തെ സ്പേസ് കൺസിഡർ ചെയ്യേണ്ട, ഇങ്ങനെ ചേർന്നാ നിൽക്കുക. നമ്മൾ പാഡിങ് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ ആ എലമെന്റ് ഉണ്ടല്ലോ, പാരന്റ് എലമെന്റിൽ നിന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ വരും. ഓക്കെ, അതാണ് എന്ത് പാഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാർജിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ അതിന്റെ ഔട്ടർ ലെയർ, ഈ ഒരു എലമെന്റിന്റെ ഔട്ടർ പോർഷൻ ആണ് എന്ത് മാർജിൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ 0 മാർജിൻ ആണ്. നമ്മളൊരു 1 മാർജിൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഒരു ഇത്ര ഗ്യാപ്പ് വരും. ഒരു 10 ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇത്ര വരും. ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ കൺസിഡർ ചെയ്യാതെ ജസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഇത്രയും പോർഷൻ മാർജിൻ ആയിട്ട് വരും. പിന്നെ ഒരു 20 ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡബിൾ ആയിട്ട് വരും. അതുപോലെ തന്നെ പാഡിങ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്പേസിലേക്കല്ല പോവുക, പകരം ഇതിനകത്തോട്ടാണ് വരിക. ഓക്കെ, അതാണ് ഇപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ കാണുന്നത്. ഞാൻ ട്രൈ ടു യുവർ സെൽഫിൽ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ആക്ച്വലി പാഡിങ് എന്ന് പറയുന്നത് 17 ആണ്. നമുക്ക് ഇതിനകത്തൊരു കളർ കൊടുക്കാം.
ബാക്ക്ഗ്രൗണ്ട് കളർ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ? ഓക്കെ, ഒന്നുമില്ല, കൺഫ്യൂസ്ഡ് ആയതാണ്. ഈ ഒരു കോഡ്സ് ഉള്ളതുകൊണ്ടാണ് വർക്കാവാത്തത്. അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇത് നമ്മൾ ചെയ്യുന്ന ടൂളിന് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സോഫ്റ്റ്വെയറിനനുസരിച്ച്, സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടില്ല, ലാംഗ്വേജിനെ ഡിപ്പെൻഡ് ചെയ്യും. ചിലതിൽ ഇങ്ങനെ കോഡ്സിനകത്ത് കൊടുക്കണം, ചിലതിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടും കൊടുത്താൽ മതി. നമുക്ക് റെഡ് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? ഇതാണ് നമ്മുടെ എലമെന്റ് എന്ന് പറയുന്നത്, അതായത് മെയിൻ പാരന്റ് എലമെന്റ്, അതായത് ഈ ഡിവ്. ഓക്കെ, ഈ ഡിവിനെ അകത്തോട്ട് സ്പേസ് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പാഡിങ് എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. ഇനി അതല്ല, നമുക്ക് അതിനെ പുറത്തോട്ടും കുറച്ച് സ്പേസ് വേണം. ഇപ്പം ആക്ച്വലി ഇവിടെ നിൽക്കുന്നത് സ്പേസ് ഒന്നുമില്ല, ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയൊരു സ്പേസ് കൺസിഡർ ചെയ്യണ്ട, ബാക്കി നോക്കിയാൽ മതി. ഇനി ഞാൻ ഇവിടെ മാർജിന് കൊടുക്കാൻ പോവാണ്. മാർജിൻ കൊടുത്തപ്പോൾ ഇത് നീങ്ങിയത് ശ്രദ്ധിച്ചോ? ഓക്കെ, ഇതാണ് മാർജിൻ കൊടുത്തപ്പോൾ ഉണ്ടായ അവസ്ഥ. ആക്ച്വലി ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇവിടുന്ന് ഇങ്ങോട്ട് 100 px ഗ്യാപ്പ് വന്നു, ഇവിടുന്ന് ടോപ്പ് വന്നു 100 px, ബോട്ടത്തിലും 100, ഈ റൈറ്റ് സൈഡിലും എത്ര വന്നിട്ടുണ്ട്? 100 px വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഇങ്ങോട്ട് നീക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇവിടെ എപ്പോഴും 100 pxൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് കാണാം. ഓക്കെ, ഇവിടെ അതിലേറെ ഹൈറ്റ് വന്നുകൊണ്ടാണ് നമുക്ക് നോക്കാത്തത്. ഇത്രയാണ് പാഡിങ്ങും മാർജിനും തമ്മിലുള്ള ഡിഫറൻസ്. ഇതൊക്കെയാണ്. ഈ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ അല്ലേ? ഇത് കഴിഞ്ഞാലാണ് അടുത്ത ഇതിൻ്റെ കുറച്ച് അഡ്വാൻസ് ലെവലിലേക്ക് പോകേണ്ടത്. ഇതിപ്പോൾ ജസ്റ്റ് ബേസിക് ലെവലിൽ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ മെയിൻലി നമുക്ക് പാഡിങ് വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പം നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഓക്കെ, ഈ ഒരു ഇത് ചെയ്യുന്ന സമയത്ത് ഇത് ഇത്ര പാഡിങ് കൊടുക്കണം, എന്നാലേ ഇത് ഈ എലമെന്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുള്ളൂ. ഇവിടുന്ന് ഇങ്ങോട്ട് കുറച്ച് സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒരു മാർജിൻ ഇട്ടാൽ മതി. കൺഫ്യൂഷൻ ഉണ്ടോ? ഇത് ഈ ഡിവ് ഞാൻ മാറ്റിയിട്ട് ഡോട്ട് ഡിവ് എ എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് വിചാരിക്കുക. ഞാൻ ഇതൊരു ക്ലാസ് ആക്കി മാറ്റുകയാണ്. ക്ലാസ് ഈക്വൽ ടു ഓക്കെ, ഒന്ന് ഡിവ് എയും ഒന്ന് ഡിവ് ബിയും കൊടുത്തിട്ടുണ്ട്. ഡിവ് എന്നെ ക്ലാസ്സിൽ കൊടുത്തപ്പോൾ അതിന് അപ്ലൈ ആയിട്ടുള്ളത് ഇതാണ്. ഈ മാർജിനൊക്കെ എന്തിൻ്റെ ബേസിസിൽ വരുന്നതാണ്? ഈ ഡിവ് എനെ ബേസ് ചെയ്തിട്ട് വരുന്നതാണ്. ഇനി ഡിവ് ബിക്ക് ഞാൻ വേറൊരു സ്റ്റൈൽ കൊടുക്കുകയാണ്. ഡിവ് ബിക്ക് സ്റ്റൈൽ കൊടുക്കാൻ പോവാണ്. അത് കളർ നമുക്ക് ഗ്രീൻ കൊടുക്കാം. ഇതിൽ മാർജിന് ഞാൻ ഇടുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ റൺ ചെയ്ത് നോക്കാം. ഇത് കണ്ടോ, ഇപ്പം എങ്ങനെ വന്ന് മാർജിൻ? ആക്ച്വലി ഇതിന് മാർജിൻ ഇല്ല. ഈ സ്പേസ് കാണുന്നത് ഇതിൻ്റെയാണ്. നമുക്ക് ഇതിൻ്റെ റിമൂവ് ചെയ്തിട്ട് നോക്കാം. അപ്പം നമ്മുടെ ഇത് തമ്മിൽ ഒരു മാർജിനും ഇല്ല. അപ്പോൾ ഒരു ഗ്യാപ്പ് എനിക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ പാഡിങ് കൊടുത്തിട്ട് കാര്യമില്ല. പാഡിങ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടന്റ് ഉള്ളിലേക്ക് കുറച്ച് നിൽക്കുകയേ ചെയ്യുള്ളൂ. ഓക്കെ, പക്ഷെ നമുക്കതല്ല വേണ്ടത്. എന്താണ്? ഈ റെഡും ഗ്രീനും കുറച്ച് ഗ്യാപ്പ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് കൊടുത്താൽ മതി? മാർജിനിൽ വേറെയും കുറേ ഉണ്ട്. മാർജിൻ ടോപ്പ്, ബോട്ടം, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം ജസ്റ്റ് ഞാൻ മാർജിനെ പറഞ്ഞു തരുന്നുള്ളൂ. കവർ ചെയ്യുമ്പോൾ പറയാം. ഓക്കെ, അപ്പോൾ ചെറിയൊരു മാർജിൻ ഇട്ടപ്പോൾ മുകളിൽ ആ സ്പേസ് വന്നിട്ടുണ്ട്.
ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്തായി, ഇങ്ങനെ ഇതുപോലെയുള്ള ഒരു ഡിസൈനൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ നിങ്ങളിപ്പോൾ കേപ്പബിൾ ആണ്. കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കണ്ടന്റ് എഴുതി കഴിഞ്ഞാൽ ഇവിടുന്ന് ഇത്ര ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പാഡിങ് കൊടുക്കണം. പാഡിങ് കൊടുത്തതിന് ശേഷം പിന്നെ ഇത് വേറൊരു എലമെൻ്റ് ആണ്. ആ എലമെൻ്റ് ഈ ഒരു രീതിയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിനെന്ത് കൊടുക്കണം, ഇവിടെ മാർജിൻ കൊടുക്കണം. ഇതിനകത്ത് ഉള്ള എലമെൻറ്റിന് വേണ്ടിയിട്ട് കുറച്ച് പാഡിങ്ങും കൊടുക്കണം. ഓക്കെ. ഇനി നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത തലങ്ങളിലേക്ക് പോവാം. ഇവിടെ പാഡിങ് ടോപ്പ്, പാഡിങ് റൈറ്റ്, ബോട്ടം, ലെഫ്റ്റ്. ഓക്കെ. വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് പാഡിങ് ഓർത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇങ്ങനെ വരും. നമുക്ക് പാഡിങ് ലെഫ്റ്റ് കൊടുത്ത് നോക്കാം. ഓക്കെ. ഇത് കൊടുത്തപ്പോൾ ഡിഫറൻസ് ഫീൽ ചെയ്ത് കണ്ടോ? ലെഫ്റ്റിലോട്ട് 70px ഗ്യാപ്പ് ഇട്ടിട്ടാണ് ബാക്കി കണ്ടന്റ് വന്നിട്ടുള്ളത്. പാഡിങ് ടോപ്പ് കൊടുത്ത് നോക്കാം, മുകളിൽ. ബോട്ടം കൊടുത്ത് നോക്കാം, താഴെ. റൈറ്റ് കൊടുത്ത് നോക്കാം. ഓക്കെ. റൈറ്റ് ഓൾറെഡി അത്രയും സ്പേസ് ഉണ്ട്. നമ്മളെ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുക, എലമെൻറ്റിൻ ഈ കാര്യം കണ്ടന്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുക ബൈ ഡിഫോൾട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി ഇത്ര സ്പേസ് പാഡിങ് എന്തായാലും 70px അധികം ഉണ്ട്. അപ്പോൾ അതവിടെ വന്നില്ല എന്നുള്ളൂ. ഓക്കെ. ഇതേപോലെ തന്നെ നമ്മുടെ മാർജിനും ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. മാർജിൻ റൈറ്റ് കൊടുത്ത് നോക്കാം. ഓക്കെ. ഇവിടെ ഗ്യാപ്പ് വന്നത് ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, ഒന്നും കൂടെ കാണിക്കാം. ഓക്കെ. ഇതാണ് ഡിഫോൾട്ട്ലി ഇങ്ങനെയാണ് വരുന്നത്. മാർജിൻ റൈറ്റ് 70px കൊടുത്തപ്പോൾ അവിടുന്ന് കുറച്ച് വിട്ട് നിന്ന് എലമെൻറ്റ്. ഓക്കെ. ഇനി ലെഫ്റ്റ് കൊടുത്ത് നോക്കാം. ലെഫ്റ്റിൽ നിന്ന് വിട്ട് നിന്ന്. ടോപ്പ് കൊടുത്താൽ ടോപ്പിൽ നിന്ന് വിട്ട് നിൽക്കും. ബോട്ടം കൊടുത്താൽ ബോട്ടത്തിൽ നിന്ന് വിട്ട് നിന്ന്. ഓൾറെഡി കുറേ വിട്ടിട്ടാണ്. മേ ബി നമുക്ക് പ്രത്യേകിച്ച് ഫീലൊന്നും വരില്ല. ഓക്കെ. നോർമലി കൊടുക്കുന്ന രീതിയിൽ തന്നെ കാണിക്കുക. ഓക്കെ. ഇനി നിങ്ങൾക്ക് മേ ബി മനസ്സിലായിട്ടുണ്ടാവും ഈ എലമെൻറ്റിൻ്റെ മുകളിലും താഴെയും സ്പേസ് മാത്രം, മുകളിലും താഴെയും സ്പേസ് മതി എന്നുണ്ടെങ്കിൽ എന്ത് കൊടുത്താൽ മതി, മാർജിൻ ബോട്ടം 70px, മാർജിൻ ടോപ്പ് 70px. അപ്പം മുകളിലും താഴെയും ആ ഒരു സ്പേസ് വന്ന് ഇപ്പോൾ മാറ്റി സ്പാൻ ആക്കാം. ഓക്കെ. ഇനി ബോട്ടത്തിൽ സ്പേസ് വേണ്ടെന്നുണ്ടെങ്കിൽ റെഡ്യൂസ് ചെയ്യുക, കൊടുക്കുക. ഓക്കെ. സെയിം വേ പാഡിങ്ങും ഇതുപോലെ തന്നെയാണ്, നേരത്തെ കാണിച്ച അതേപോലെ തന്നെ, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ പാഡിങ്ങും മാർജിനും കൺസെപ്റ്റ് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ഒരു ബിഗിനേഴ്സിനെ സംബന്ധിച്ച് ഇത് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ. ഞാൻ നിങ്ങൾക്ക് ടാസ്ക് തരണ്ടേ, ആ ടാസ്ക് ഇത് ഓറിയൻറ്റഡ് ആയിട്ട് ടാസ്ക് തരുമ്പോൾ നിങ്ങളത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ വരുന്നത് ഇതിൻ്റെ യൂണിറ്റ്, ഓരോ ടൈപ്പ് യൂണിറ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ സെൽഫായിട്ട് നോക്കുക. കാരണം പല യൂണിറ്റും ഉണ്ട്. ഓരോന്നും അതിൻ്റെ ഡെപ്ത് ലെവലിൽ പോകുമ്പോൾ നമ്മുടെ ടൈം വിചാരിച്ച പോലെ ആവില്ല. നമുക്ക് റിയാക്ട് വരെ എത്താനുണ്ട്. ഓക്കെ. ഇതൊക്കെ തന്നെ ജസ്റ്റ് സ്റ്റാർട്ടിങ് സ്റ്റേജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഈ യൂണിറ്റ് എന്ന് പറയുന്നത് ഇതാണ്. px, ഇഞ്ച്, അങ്ങനെ കുറേ വരുമല്ലോ, അതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഇതിൽ വരുന്ന യൂണിറ്റുകളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിലേക്ക് ഇതൊക്കെ പരിചയപ്പെടുത്തി തരികയാണ്. നമ്മൾ പ്രോഗ്രാം ലെവലിലൊക്കെ എത്തുന്ന സമയത്ത് ഞാൻ കൺസെപ്റ്റ് തരും. കൺസെപ്റ്റ് തന്നിട്ട് അതിലേക്ക് എത്തുക, ഗൂഗിൾ ചെയ്ത് എത്തുക എന്നുള്ളതാണ് ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ച് വേണ്ടത്. അവർക്ക് എപ്പോഴും സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയണം. പിന്നെ വരുന്നത് ഒരു കുറേയൊക്കെ എക്സസൈസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കുക. പാഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലൂടെ ഒന്ന് ഗോ ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒരു അറിവ് കിട്ടും. ഓക്കെ. വേറൊരു രീതിയാണിത്. നമുക്ക് പാഡിങ് ടോപ്പ് ബോട്ടം എക്സ്പ്ലിസിറ്റ്ലി പറയുന്നതിന് പകരം ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇതുപോലെ കൊടുത്താൽ മതി. ഓക്കെ. ഇത് ഓരോന്നും ഓരോ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ പാഡിങ് 25, 50, 75, 100 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് കാണിക്കുന്നത് ടോപ്പാണ്. ഓക്കെ. ഈ ടോപ്പ് 25 ഇതെന്താണ്, റൈറ്റ് 50, ബോട്ടം 75,
പിന്നെ കാണിക്കുന്ന 100px ലെഫ്റ്റ്. അതായത് ഒരു ക്ലോക്ക് വൈസ് കൺസിഡർ ചെയ്യുക. ഇത് ടോപ്പ്, ഇത് റൈറ്റ്, ബോട്ടം, ലെഫ്റ്റ്. TRBL എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ നോട്ട് ചെയ്യുക. ഇതൊന്നും നമുക്ക് കാണാപ്പാടം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കൊടുത്താൽ തന്നെ സിമ്പിളായിട്ട് കിട്ടും. ഇനിയിപ്പോൾ അതല്ല നമുക്ക് കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇതാകുമ്പോൾ ഒറ്റ ലൈനിൽ പരിപാടി കഴിയും. ഇതാകുമ്പോൾ 4 വരി വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ, മനസ്സിലായില്ലേ? അതേ സെയിം വേല തന്നെ നമുക്ക് ബോർഡേഴ്സിനും ഈ പരിപാടികളൊക്കെ ഉണ്ട്. റൈറ്റ് ലെഫ്റ്റ് എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കാണേണ്ടതാണ്. I have red bottom, I have border on all sides. ഓക്കെ, അതിൻ്റെ താഴെ ഉണ്ട്. അല്ല, ഞാൻ ഇത് ഇത്ര ഉള്ളോ വിചാരിച്ച് നിൽക്കുകയാണ്. ഇത് ബോർഡർ വിടുത്ത് സെറ്റ് ചെയ്യുന്നതാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കവർ ചെയ്ത ടോപ്പിക് തന്നെയാണ്. ബോർഡറിൻ്റെ കളറ്, ഓക്കെ, ഓരോ ബോർഡറിന് ഓരോ കളർ കൊടുക്കുക, സ്റ്റൈൽ കൊടുക്കുക. സൈഡ് ഏത് സൈഡിലേക്കാണ് ബോർഡർ ടോപ്പ് സ്റ്റൈലിൽ ഡോട്ടഡ്, ബോർഡറിൻ്റെ സൈഡിൽ ടോപ്പിലുള്ള സ്റ്റൈലിനെ ചേഞ്ച് ചെയ്യുക, റൈറ്റ് സൈഡിലുള്ളതിനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. സോളിഡ് ഡോട്ടഡ് എന്നൊക്കെ പറയും. അപ്പോൾ ഇത് സോളിഡാണ്, സ്ട്രേറ്റ് ലൈൻ, അതായത് ഒരു സോളിഡ് ബ്ലോക്ക് പോലെ കാണിക്കുന്നത്. ഇത് ഡോട്ടഡ് ആയിട്ടുള്ളത് ഒക്കെ അതിൻ്റെ സ്റ്റൈലാണ്. അപ്പോൾ സ്റ്റൈലിൻ്റെ പ്രോപ്പർട്ടിയിൽ വരുന്ന വാല്യൂസാണ് ഈ ഡോട്ടഡ് സോളിഡ് എന്നുള്ളതൊക്കെ. പിന്നെ വരുന്നത് ബോർഡർ ലെഫ്റ്റ്. ഇത് കണ്ടില്ലേ, ബോർഡർ ലെഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ലെഫ്റ്റ് സൈഡിൽ മാത്രമേ ഒരു ബോർഡർ വരുള്ളൂ. റൈറ്റ് കൊടുത്താൽ റൈറ്റിൽ വരും. ഇതാണ് ഞാൻ ബോർഡറിനും ഈ പ്രോപ്പർട്ടി ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞത്. റൈറ്റിൽ വന്ന് താഴെ വന്ന് ടോപ്പിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ടോപ്പിലും വരും. ഓക്കെ, അപ്പോൾ മാർജിൻ ബോർഡേഴ്സ് ഇതുപോലെ ഈ സെയിം പാഡിങ്ങിലൊക്കെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ്. പാഡിങ് ആകുമ്പോൾ ഉള്ളിലോട്ട്, മാർജിൻ ആകുമ്പോൾ പുറത്തോട്ട്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതിലുള്ള കാര്യങ്ങളൊക്കെ ഇതിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ പാഡിങ് മാർജിൻ ഇതിൽ വല്ല കൺഫ്യൂഷനും ഉണ്ടോ? മാർജിൻ കൊളാപ്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. Top and bottom margins of elements are sometimes collapsed into a single margin that is equal to the largest of the two margins. ഇത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒരു ബോർഡർ കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? ഇൻ ദ എക്സാമ്പിൾ H1 element has bottom margin of 50 px and H2 element has a top margin of 20 px. So the vertical margin H1 and H2 should have between 70 px. However, due to margin collapse, the actual margin ended up with 50 px. Okay. ഇതിലെന്താന്ന് പറയുന്നത് വെച്ചാൽ, ഇവിടുന്ന് നമ്മൾ ഇത്ര മാർജിൻ ഇട്ട് ഇവിടുന്ന് അങ്ങോട്ട് 20 px മാർജിൻ ഇട്ടു. നമ്മൾ ഒരു ഇത് നോക്കുന്ന പ്രകാരം മേ ബി ഈ രണ്ടും ആഡ് ചെയ്തിട്ടുള്ളൊരു സ്പേസ് ആണ് ഇവിടെ വരിക എന്നുള്ളതാണ്. പക്ഷേ ഇത് രണ്ട് മാർജിനും കൊളാപ്സ് ചെയ്യുന്നത് കാരണം ഇതിൻ്റെ സ്പേസ് എന്തിലാ നിൽക്കുക? 50 px ആണ്. അതായത്
ഇവിടുന്ന് ഇങ്ങോട്ട് 50 ഉണ്ട്, ഇവിടുന്ന് അങ്ങോട്ട് 20 ഉണ്ട്. അപ്പോൾ എന്ന് വിചാരിച്ചിട്ട് ഇത് രണ്ടും ആഡ് ചെയ്തിട്ടുള്ള വലിയൊരു മാർജിന് വേണ്ട. പകരം എന്താണ്, ഇതിലേറ്റവും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു മാർജിനാണ് ഇവിടെ കൺസിഡർ ചെയ്യാന്നുള്ളതാണ് ഇവർ പറയുന്നത്. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ഇതിന് ഇത്രയും കൊടുത്തിട്ടുണ്ട്, അതിന് അത്രയും കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇവിടെ വർക്കാവുന്നില്ല. അതിനുള്ളൊരു ആൻസറാണ് ഈ കാണിക്കുന്നത്. രണ്ട് മാർജിനും കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ഗ്രേറ്റർ ഏതാണോ വെച്ചാൽ അതാണ് എടുക്കുക. ഇവിടെ ഞാനൊരു 200 കൊടുത്തു കഴിഞ്ഞാൽ ആ 200 ആണ് അവിടെ കൺസിഡർ ചെയ്യുക, ഈ 50 ഇവിടെ കൺസിഡർ ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ ഇതിൽ മാർജിൻ കൊളാപ്സ് എന്നൊക്കെ പറയാൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ 3 ടോപ്പിക്കിൽ കവർ ചെയ്യാനുള്ളത്: ബോർഡേഴ്സ്, മാർജിൻ, പാഡിങ്. ഇനി നമുക്ക് ഷാഡോനും കൂടെ ഒന്ന് നോക്കാം. ഇത് അഡ്വാൻസ്ഡ് കോൺസെപ്റ്റ് ആണോ അറിയില്ല. ഓക്കെ, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട്, റൗണ്ടഡ് കോർണേഴ്സ്, ഗ്രേഡിയൻറ്റ്. ഓക്കെ, CSS അഡ്വാൻസ് കോൺസെപ്റ്റ് ആണ് ഷാഡോ എന്ന് പറയുന്നത്. ഈ ഷാഡോ കൊടുക്കുമ്പോഴേ നമുക്ക് നമ്മുടെ ഒരു ഫീല് വരുള്ളൂ. ഓക്കെ, ഇത് കണ്ടില്ലേ, ഈ ഒരു ഇമേജ്, ഈ ഒരു കാർഡ് ഇങ്ങനെ കാണുന്നതിന് കാർഡ് എന്നാണ് പറയാം. ഈ കാർഡിന് തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെറിയൊരു ഷെയ്ഡൊക്കെ വന്നപ്പോൾ ഒരു ലുക്ക് ആൻഡ് ഫീൽ വന്ന്. ഓക്കെ, ഇതുപോലെ നമ്മൾ ഈ ഒരു ബട്ടൺമേ ജസ്റ്റ് ഹോവർ ചെയ്യുക. ഇതിന് ഹോവർ ചെയ്യുക എന്നാണ് പറയാം. ഒരു എലമെൻറ്റിൻ്റെ ബൗണ്ടറിയിലേക്ക് നമ്മൾ കഴ്സർ എൻ്റർ ചെയ്യുമ്പോൾ അതിന് പറയുന്നതാണ് ഹോവർ ചെയ്യുക എന്നുള്ളത്. ഹോവർ ചെയ്യുമ്പോൾ ഒരു ഷാഡോ. ഓക്കെ, ഇതൊക്കെ ഒരു നല്ല ഫീല് വരുത്തുന്ന ഒരു കൺസെപ്റ്റുകളാണ്. ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ളതാണ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലും വരും എന്ന് പറയാം. എപ്പോഴും അത്ര ലുക്ക് ആൻഡ് ഫീൽ വരില്ല, ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വരും. ഓക്കെ, ഇതാണ് ഷാഡോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ അത്യാവശ്യം ഇതൊന്നും കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. ഓക്കെ, 1 by 1 ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ജസ്റ്റ് ടെക്സ്റ്റ് ഷാഡോ എന്ന് കൊടുത്തിട്ട്, ഇതിപ്പോൾ ടെക്സ്റ്റും ഉണ്ട് ബോക്സും ഉണ്ട്. 2 ടൈപ്പ് ഷാഡോ എഫക്റ്റ് ഉണ്ട്. ഒന്ന് ടെക്സ്റ്റ് ഷാഡോ ഉണ്ട്, ഒന്ന് ബോക്സ് ഷാഡോ ഉണ്ട്. ഈ കാണുന്നത് ബോക്സ് ഷാഡോ ആണ്, ഇത് ടെക്സ്റ്റ് ഷാഡോ ആണ്. ഈ ഹോവർ ചെയ്യുമ്പോൾ വരുന്നതും ബോക്സ് ഷാഡോ ആണ്. അതായത് നമ്മുടെ ഒരു മെയിൻ എലമെൻറ്റിനെ ഷാഡോ കൊടുക്കുന്നതിനാണ് ബോക്സ് ഷാഡോ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു കണ്ടൻറ്റ്, ടെക്സ്റ്റ് കണ്ടൻറ്റിനൊക്കെ കൊടുക്കുന്ന ഒരു ഷാഡോക്കാണ് ടെക്സ്റ്റ് ഷാഡോ എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ ടെക്സ്റ്റ് ഷാഡോ ആണ് ഇവർ ആദ്യം പറയുന്നത്. അതിൽ ടെക്സ്റ്റ് ഷാഡോൻ്റെ ഈ 2px ഉദ്ദേശിക്കുന്നത് എന്താണ്, ഹൊറിസോണ്ടലാണ്, മറ്റേത് വെർട്ടിക്കലാണ്. ഓക്കെ, അത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഹൊറിസോണ്ടൽ 2px എന്ന് കൊടുത്തതിന് ഞാൻ പകരം ഒരു 20px കൊടുത്ത് നോക്കാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ട്. നമുക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്നാലും 20px കൊടുത്തപ്പോൾ ഇതിൻ്റെ നിഴൽ കുറച്ച് ഈ സൈഡിലോട്ട് നിൽക്കുന്ന പോലെയാണ്, ഹൊറിസോണ്ടൽ ആയതുകൊണ്ട്. ഇത് വെർട്ടിക്കലാണ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് താഴോട്ട് വരുന്ന രീതിയിലാണ് വരിക. ഹൊറിസോണ്ടൽ പറയുമ്പോൾ അറിയാലോ, ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത് ഒരു എങ്ങനെയപ്പോൾ അത് പറയാം, കുത്തനല്ലാതെ പരന്നിട്ട്, അതാണ് ഹൊറിസോണ്ടൽ. മറ്റേത് വെർട്ടിക്കൽ എന്ന് പറയുന്നത് നേരെ ഒരു കുത്തനുള്ളത്. ഇതിലൊന്നും കാര്യമായിട്ടൊന്നുമില്ല, അത്രയൊക്കെ തന്നെ ഉള്ളൂ. ജസ്റ്റ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ. പിന്നെ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഒരു ആവശ്യപ്രകാരം അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡിസൈൻ പ്രകാരം ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് കളർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലാസ്റ്റിൽ കളർ കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. നമുക്ക് ഏത് കളറാണ് വേണ്ടി വെച്ചാൽ അത് കൊടുക്കുക. ഇത് ഹൊറിസോണ്ടൽ ഷാഡോ, ഇത് വെർട്ടിക്കൽ ഷാഡോ. ഇത് റെഡ് കൊടുത്തപ്പോൾ എന്തായി, ആ ഷാഡോൻ്റെ കളർ റെഡായി എന്നുള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ നമുക്ക് ഒന്ന് ബ്ലർ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിലെ 3ാമത്തെ വാല്യൂ അതിനെ സൂചിപ്പിക്കുന്നതാണ്. നമുക്ക് അതൊന്ന് നോക്കാം. ഒരു 50px നോക്കി നോക്കാം, അപ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, ഇത് കണ്ടില്ലേ, നല്ലോണം ബ്ലർ ആയിട്ടുണ്ട്. ജസ്റ്റ് 1 കൊടുത്താലും മേ ബി ചെറിയ ഡിഫറൻസേ കാണുള്ളൂ. ഓക്കെ, ബ്ലർ ആയില്ല, അങ്ങനെ വേണമെങ്കിൽ പറയാം. 0 കൊടുത്തതിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ 0 കൊടുത്താലും കണക്കാണ്. ബ്ലർനെസ് ഒന്നും ഇല്ലാത്ത രീതിയിലാക്കാണ്. ഒരു 10 കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ബ്ലറായിട്ടുള്ള രീതിയിൽ കാണാം. ഓക്കെ, ഇനി നമുക്ക് ഒരു
ഇത് ഹോവർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു മോഡൽ കാണിച്ചു തരാം. അപ്പോൾ അതിന് പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഹോവർ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ അതിൻ്റെ മുകളിലോട്ട് പോവുക എന്നുള്ളതാണ്. ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, ഇത് ഈ എലമെൻറ്റുമ്മക്ക് എത്തിയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ കേഴ്സർ ചേഞ്ച് ചെയ്തത്. ഈ കേഴ്സർ പോയിൻ്റർ എന്ന് ഉദ്ദേശിക്കണമെന്നില്ല. ഈ എലമെൻറ്റിൻ്റെ മുകളിലോട്ട് വരുന്ന സമയത്ത് കേഴ്സർ ചേഞ്ച് ആവണം. ഇപ്പം അതിൻ്റെ കേഴ്സർ എന്താണ്, ഒരു ആരോ പോലെയാണ്. അത് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ ഒരു പോയിൻ്റ് ചെയ്യുന്ന പോലെ ആയി. ഓക്കെ, അതാണ് നമ്മളെ ഹോവറിൻ്റെ ഫങ്ഷനാലിറ്റി. നമ്മൾ എലമെൻറ്റിൻ്റെ മുകളിൽ പോകുമ്പോൾ ജസ്റ്റ് എന്തെങ്കിലും വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇത് വർക്ക് ആവുക. ഇതിപ്പോൾ അപ്ലൈ ആവില്ല, നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് പോകുമ്പോൾ മാത്രമേ വർക്ക് ആവുള്ളൂ. ഓക്കെ, ഇതുപോലെ നമുക്ക് കുറേ എഫക്ട്സ് ഉണ്ടാക്കാൻ പറ്റും. ഇത് ജസ്റ്റ് ഇതിനെ ഓവർ ചെയ്യുമ്പോൾ ഒരു കളർ വരുന്നുണ്ട് അല്ലേ. ഇതാണ് ഹോവർ നല്ലൊരു ഫങ്ഷനാലിറ്റിൻ്റെ ഒരു വർക്കിംഗ്. ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പോർഷൻ കഴിഞ്ഞ് ഈ ഷാഡോ എഫക്റ്റ് എന്ന് പറയുന്നുണ്ട്. ഷാഡോ എഫക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് the following example show a white text with a black shadow. ഓക്കെ, ഷാഡോ ബ്ലാക്ക് ആണ്, നമ്മുടെ കളർ എന്താക്കി, ടെക്സ്റ്റ് കളർ വൈറ്റ് ആക്കി. ഈ കളർ എന്നുള്ള പ്രോപ്പർട്ടി എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ ടെക്സ്റ്റിൻ്റെ കളർ ഉണ്ടല്ലോ, അതില്ലാതെ ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി ഇപ്പോൾ ടെക്സ്റ്റിൻ്റെ കളർ ബൈ ഡിഫോൾട്ട് ബ്ലാക്കാണ് വരിക. ഞാനിവിടെ വൈറ്റ് ആക്കിയപ്പോൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ആ ഒരു ഷാഡോൻ്റെ പുറമെ ഇതിനെ പുറത്ത് ബ്ലാക്ക് ഷാഡോ എന്നാൽ ടെക്സ്റ്റ് വൈറ്റ് കളറിൽ വന്നപ്പോൾ വേറൊരു ഫീൽ വന്നു. ഓക്കെ, നമുക്ക് ബ്ലർനെസ് കുറച്ചും കൂടെ കൂട്ടി നോക്കാം. ഒരു 10 ഇട്ട് നോക്കാം. ഓക്കെ, ഒന്നും കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ ഡിസൈനിന് ആവശ്യാനുസരണം യൂസ് ചെയ്യുക. വെറുതെ കൊടുത്ത് കൊളാക്കരുത്. നല്ല രീതിയിൽ നല്ല ലുക്ക് ആൻഡ് ഫീൽ വരുന്നുണ്ടെങ്കിൽ അവിടെ നിർത്തുക. ഓക്കെ, അപ്പം അത്രയാണ് ഇതിൽ ഷാഡോനെ പറ്റിയൊക്കെ പറയാനുള്ളത്. ഇതിൽ കുറേ ഉണ്ട്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് നീങ്ങൂല. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ട്രൈ ടു യുവർ സെൽഫ് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിലിപ്പോൾ നമ്മളെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് ഷാഡോ ആയിട്ട് ബന്ധപ്പെട്ട ഒന്നും കൊടുത്തിട്ടില്ല. ഇതൊന്നും കാണാൻ കഴിയുന്നില്ല. നിങ്ങളാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പറയാം. ഷാഡോ ഇതാ ഈ ടെക്സ്റ്റിലൊക്കെ ഇവർ പറഞ്ഞു തരുന്നതിൽ കൊടുത്തിട്ടുണ്ട് എന്നല്ലാതെ വേറെ എവിടെയും കൊടുത്തിട്ട് കാണുന്നില്ല. ഓക്കെ, ഇവിടെ ഒന്നും ഷാഡോ ഒന്നും എവിടെയും കൊടുത്തതായിട്ട് കാണുന്നില്ല. ഓക്കെ, അപ്പം അത് എല്ലായിടത്തും ഷാഡോ പഠിച്ചു വിചാരിച്ചിട്ട് എല്ലായിടത്തും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ആവശ്യാനുസരണം മാത്രം കൊടുക്കുക. ഇനി മെയിൻലി അത് കൊടുത്ത് കണ്ടിട്ടുള്ളത് നമ്മളിതുപോലെ കാർഡൊക്കെ ഡിസൈൻ ചെയ്യുമ്പോഴാണ് കാണാറ്. ഇപ്പം നേരത്തെ ഷാഡോൻ്റെ ടോപ്പിക്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നല്ലോ ഒരു ഇമേജ് ഒരു കാർഡിൽ, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അധികം കാണപ്പെടാറ്. അപ്പോൾ ഇന്ന് മാക്സിമം ഇത്രയും കാര്യങ്ങളാണ് വിചാരിച്ചത്. നിങ്ങൾക്ക് ഓക്കെ എന്ന് വിചാരിക്കുന്നത്. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തായാലും വീഡിയോ റെക്കോർഡിംഗ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നമുക്ക് കുറച്ച് നേരം അപ്പോൾ എടുത്തോടത്തോളം ഇല്ലേ ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ ഒന്ന് ഓണാക്കാം. ഓക്കെ.